കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ബി ജെ പിക്ക് ആവശ്യം ഹിന്ദു ഔട്ട്റീച്ച് ആണെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ പാർട്ടിക്കുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന് ശേഷമാണ് ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി പോയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കും, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരാജയപ്പെട്ടു. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് ഒരിക്കലും പ്രതീക്ഷിച്ച പോലെ ബി ജെ പിക്ക് കിട്ടിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായ ഒരു പ്രതിഭാസം സംസ്ഥാന വ്യാപകമായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഹിന്ദു ഔട്ട്റീച്ച് എന്ന് പറയുന്ന ബി ജെ പിയുടെ പുതിയ കോൾ, അത് എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് വലിയ ഒരു ഗുണം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഹിന്ദു ഔട്ട്റീച്ച് വഴി മാത്രമേ ഉള്ളൂ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഹിന്ദു ജനസംഖ്യയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ബി ജെ പി പിന്തുണയ്ക്കാൻ നിലവിൽ തയ്യാറല്ല എന്നത് ഒരു ഹാർഡായുള്ളൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് ഹിന്ദു വിഭാഗങ്ങളിലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റം പലപ്പോഴും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പക്ഷേ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിക്ക് സാധ്യമായില്ല. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചു. ചില പ്രധാനപ്പെട്ട പഞ്ചായത്തുകളും അതുകൂടാതെ തന്നെ കൊല്ലം കോർപ്പറേഷനിലെയും കോഴിക്കോട് കോർപ്പറേഷനിലെയൊക്കെ വലിയ മുന്നേറ്റമൊക്കെ എക്സാമ്പിളായിട്ട് ചൂണ്ടിക്കാട്ടാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ല തിരിച്ചുള്ള ഹിന്ദു ജനസംഖ്യയും അതിനനുസരിച്ച് ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളും വിലയിരുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോഴും ആകെയുള്ള ഹിന്ദു ജനസംഖ്യയിലെ ഒരു 27-28% വിഭാഗക്കാരുടെ പിന്തുണയെ നിലവിൽ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. അത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളാണ് പരിശോധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ 2011 സെൻസസ്, അതാണ് നമുക്ക് മുമ്പിലുള്ള സെൻസസ്. പുതിയ സെൻസസ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ഹിന്ദു ജനസംഖ്യാ ശതമാനം സംസ്ഥാനത്ത് 54%. അപ്പോൾ അത് വെച്ചുള്ള ഒരു കണക്കേ നിലവിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബി ജെ പിക്ക് ഓരോ ജില്ലകളിലും ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ്, അതിനൊപ്പം തന്നെ അതാത് ജില്ലകളിലെ ഹിന്ദു ശതമാനം, ആകെയുള്ള ഹിന്ദു ജനസംഖ്യാ ശതമാനം, ഇത് കണക്കിലെടുക്കുമ്പോൾ 27%, 27%-ലധികം, ഏതാണ്ട് 28%-ത്തിനടുത്താണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ. അതായത് ആകെയുള്ള ഹിന്ദുക്കളിൽ 28% ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണിത്. ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലെ കണക്കുകൾ നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആകെയുള്ള ഹിന്ദുക്കളിലെ ഏതാണ്ട് 38%-ത്തിനടുത്ത് വരുന്ന ഒരു വിഭാഗം ബി ജെ പിക്കൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലയുറപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കണക്കുകൾ അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല, ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആക്ച്വൽ ഹിന്ദു പോപ്പുലേഷൻ, അതായത് 2011 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. കാരണം പുതിയ സെൻസസ് നമുക്ക് മുമ്പിലില്ല. പിന്നെ ഇതൊരു കണക്കെന്ന് പറയുന്നത് ആക്ച്വൽ ബി ജെ പി പിടിച്ച വോട്ടുകൾ എത്ര ശതമാനമാണോ ഓരോ ജില്ലയിലും, അതിനൊപ്പം തന്നെ ആക്ച്വൽ ഹിന്ദു പോപ്പുലേഷൻ ആ ജില്ലയിൽ എത്രയാണ്. അപ്പം അത് വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ അതിൽ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 35% വരുന്ന ഹിന്ദുക്കൾ, ആകെയുള്ള ഹിന്ദുക്കളിലെ ഒരു 35% തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ബി ജെ പിയെ പിന്തുണച്ച ജില്ലകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് കാസർഗോഡാണ്. ഏതാണ്ട് 35%-ത്തിനടുത്ത് വരുന്ന ഹിന്ദുക്കൾ ഈ രീതിയിൽ ടോട്ടലായിട്ട് പറയുമ്പോൾ ബി ജെ പിക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡും തൊട്ട് പിന്നിൽ തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ടയാണ്. ഇതെല്ലാം ഏതാണ്ട് 34-33% വരുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുക. പിന്നെ ഏറ്റവും രസകരമായ ഒരു വസ്തുത, സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ കൊല്ലം ജില്ലയിലും അതുകൂടാതെ തന്നെ ആലപ്പുഴ ജില്ലയിലും ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റമാണ്. പിന്നാക്ക ഹിന്ദുക്കളുടെ ഒരു വലിയ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ രണ്ട് ജില്ലകളും ഏതാണ്ട് 30%-ത്തിനടുത്ത്, ആകെയുള്ള ഹിന്ദു ജനസംഖ്യയിലെ 30%-ത്തിനടുത്ത് വരുന്ന ഒരു വിഭാഗം ബി ജെ പിക്കൊപ്പം നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ ഇതിനെ നമുക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ് ആയിട്ട് പറയാൻ സാധിക്കില്ല. ഏതാണ്ടൊരു അനാലിസിസ് നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഹിന്ദു ജനസംഖ്യ എന്തായാലും 2011 ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. അത് പൊതുവെയുള്ള ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ
ഹിന്ദു ജനസംഖ്യ ഇപ്പോൾ ഒരു 50% ഉണ്ടാകുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അല്പം കൂടി ഈ ഒരു ഫിഗർ കൂടാൻ സാധ്യത. അതുമാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളും ഒരു പരിധിവരെ BJPക്ക് ലഭിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും, വലിയ തോതിൽ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 27-28% തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. മാക്സിമം 30%. അപ്പോൾ ഈ 30% എന്ന് പറയുമ്പോൾ 70% വരുന്ന ഹിന്ദുക്കൾ, കേരളത്തിലെ ആകെയുള്ള ഹിന്ദുക്കളിൽ 70% വരുന്ന വിഭാഗക്കാരുടെ പിന്തുണ ആർജിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹിന്ദു ഔട്ട്റീച്ച്, പ്രത്യേകിച്ച് OBC SC വിഭാഗങ്ങൾക്കിടയിലേക്ക് BJP ഇറങ്ങിച്ചെന്നാൽ അതിൻ്റെ ഒരു ഗുണം പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഓപ്ഷൻ ഈ ഹിന്ദു ഔട്ട്റീച്ച് തന്നെയാണ്. കാരണം പ്രാക്ടിക്കലി അതാണ് BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമായ ഒരു ഓപ്ഷൻ എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ, അതുകൂടാതെ ആറ്റിങ്ങലിൽ, പിന്നെ അതുകൂടാതെ നമുക്ക് പറയുകയാണെങ്കിൽ തൃശ്ശൂർ, ഇവിടെയൊക്കെ BJP ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിൽ OBC SC വോട്ടുകളും ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വോട്ടാണ് പിടിച്ചത്. പിന്നെ ആറ്റിങ്ങലിലാണെങ്കിൽ 3 ലക്ഷത്തിലധികം വോട്ട് വി മുരളീധരൻ പിടിച്ചു. ശരിക്കും 2 സ്ഥാനാർത്ഥികളെ, UDF LDF സ്ഥാനാർത്ഥികളെ വിറപ്പിക്കാൻ വി മുരളീധരന് ആറ്റിങ്ങലിൽ സാധിച്ചിരുന്നു. അതുകൂടാതെ തന്നെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ വോട്ട് വലിയ തോതിൽ ഉയർന്നു. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് OBC വോട്ട്, അതുകൂടാതെ SC വോട്ട്, ട്രഡീഷണലായിട്ട് CPM-നൊപ്പം നിൽക്കുന്ന വോട്ട് BJPയിലേക്ക് ഒരു വലിയ തോതിൽ ഒഴുകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. ആലപ്പുഴ ജില്ലയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം, അതുകൂടാതെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം, തൃശ്ശൂരിലെ പല പ്രദേശങ്ങളിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് OBC വോട്ടുകൾ BJPയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇനിയും വലിയൊരു വിഭാഗം, ഒരു ബിഗ് ചങ്ക് BJPക്ക് ഇനിയും പിടിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഹിന്ദു ഔട്ട്റീച്ച്, അതായത് OBC SC വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവർക്കൊപ്പം പ്രവർത്തിക്കുക, ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോവുക. കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഈ വിഭാഗക്കാരെ കൊണ്ടുവരിക, അതുകൂടാതെ അവർക്കിടയിൽ പ്രവർത്തിക്കുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ, ഇതിലെല്ലാം BJP പ്രവർത്തകർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് അധികം വൈകാതെ തന്നെ BJPക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിൽ അത്രയും ഒരു ന്യൂനപക്ഷ പ്രീണനവും അതുകൂടാതെ വർഗീയ രാഷ്ട്രീയമൊക്കെയാണ് UDFും LDFും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു സമുദായ നേതാവിനെ, ഇടവ വിഭാഗത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവിനെ, SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കടന്നാക്രമിക്കുകയാണ്. യാതൊരു മടിയും കൂടാതെ വളരെ മോശമായ പദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ ഈ പറയുന്ന മുസ്ലിം ലീഗും മറ്റ് കോൺഗ്രസിലെ നേതാക്കളൊക്കെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത് വലത് മുന്നണികളോടുള്ള ഒരു വിദ്വേഷം, അല്ലെങ്കിൽ അവരോടുള്ള ഒരു നീരസം കൃത്യമായി തന്നെ ഈ പറയുന്ന OBC SC വിഭാഗക്കാർക്കിടയിലുണ്ട്. അപ്പോൾ ഹിന്ദു ജനവിഭാഗക്കാർക്കിടയിൽ ഈ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ യഥാർത്ഥ പ്ലാൻ ഹിന്ദു ഔട്ട്റീച്ച് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു തർക്കമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലേക്ക്, മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്കൊക്കെ BJP ഇറങ്ങിച്ചെല്ലുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് നിലവിൽ ഒരു ആക്ഷൻ പ്ലാനായിട്ട് കൊണ്ടുപോകേണ്ടത് ഹിന്ദു ഔട്ട്റീച്ച് തന്നെയാണ്. കാരണം ഹിന്ദുക്കളുടെ വിശ്വാസം ആർജിക്കുക, CPM-ൽ നിന്ന് ഹിന്ദുക്കളെ ഇങ്ങോട്ടേക്ക് അടർത്തി മാറ്റിയെടുക്കുക. കേരളത്തിൽ നിലവിൽ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM-ആണ്. അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ BJP കൊണ്ടുവരിക, ഒരു 40%, ആകെയുള്ള ഹിന്ദുക്കളിൽ ഒരു 40-45% വോട്ടെങ്കിലും BJPക്ക് പിടിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരുടെ പിന്തുണ നേടാൻ സാധിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം കംപ്ലീറ്റ് ചേഞ്ച് ആവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.